പിന്നെ അതിന് സെലക്ട് ചെയ്തിട്ട് ഇപ്പൊ ഷാർപ്പിലുണ്ടാവുക എപ്പോഴും. ആ ഷാർപ്പ് മാറ്റിയിട്ട് നന്നാക്കി കഴിഞ്ഞാൽ എന്തായി ഒരു പൊട്ടലുണ്ടാവും. സീൻ അവിടെയൊക്കെ ഒരു പൊട്ടൽ കാണുന്നുണ്ടല്ലേ. അത് സെലക്ട് ചെയ്തിട്ട് വീണ്ടും ഷാർപ്പിലായി കഴിഞ്ഞാൽ കുറച്ച് സ്മൂത്തായി. ഓക്കെ, അപ്പോൾ എപ്പോഴും ഷാർപ്പ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. പിക്സലിൻ്റെ റേഷ്യോ ഓരോ ഫോണ്ടിനനുസരിച്ച് മാറ്റാൻ വേണ്ടിയാണ് അവരങ്ങനെ കൊടുത്തിരിക്കുന്നത്. ചില ലെറ്റർ സ്റ്റൈലിൽ പിക്സൽ കാണാൻ വേണ്ടി ഡിസൈൻ കൊടുക്കണമെങ്കിൽ നമ്മൾ നോർമലിലോ മറ്റേ സ്ട്രോങ്ങിലൊക്കെ കൊടുത്ത് മാറ്റും. സാധാരണ ഫോണ്ടുകൾക്ക് എപ്പോഴും ഷാർപ്പ് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, അടുത്ത് കാണുന്നത് അലൈൻമെൻറ്റ്. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റ് അലൈൻമെൻ്റ് ആണ്. കണ്ട, എല്ലാം ലെഫ്റ്റ് കറക്റ്റാണ്. റൈറ്റ് സൈഡ് 6 ആയിട്ടാണ് കിടക്കുന്നത്. അതിൻ്റെ സൈസിനെല്ലാം ഒന്ന് 22 സെലക്ട് ചെയ്തിട്ട് സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, സെൻറ്ററായി. അതേപോലെ എല്ലാം സെലക്ട് ചെയ്തു, റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് അലൈൻമെൻ്റ് ആയി. അതിനടുത്ത് എന്താണ് കളറ്. ഇപ്പോൾ ഞാൻ ഈ ഇമ്പാക്റ്റ് മാത്രം സെലക്ട് ചെയ്തിട്ട് കളറ് ഞാൻ റെഡ് കൊടുത്തു കഴിഞ്ഞാൽ സെലക്ട് ചെയ്തത് മാത്രം റെഡായി. ഇപ്പോൾ ഈ പി മാത്രം ഞാൻ സെലക്ട് ചെയ്ത് പറഞ്ഞാലോ, പി എന്നുള്ള ലെറ്റർ മാത്രം കളർ മാറ്റും. ഓക്കെ, അടുത്തത് ടെക്സ്റ്റ് വാർപ്പ് എന്ന് പറയും. ഇവിടെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ്, അതായത് ടെക്സ്റ്റിനെ വളയ്ക്കണത്. അപ്പോൾ ആർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടാ ഇങ്ങനെ വളഞ്ഞു വരും. ചില പോസ്റ്റർ ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചില ആവശ്യം വരും. ആർക്ക്, അതേപോലെ ആർക്ക് ലോവർ, അപ്പർ, ആർച്ച്, ബൾജ്, ഇതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് താഴെ ഉണ്ട് ഓരോന്നിനും കേട്ടാ. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റൈൽ സെറ്റ് ആവും. വീണ്ടും പഴയ പോലെ തന്നെ കൊണ്ടുവരാൻ പറഞ്ഞാൽ ഇതിൽ പോയി സെലക്ട് ചെയ്യുക, ഇവിടെ നണ്ണിലാക്കുക, പഴയ പോലെ തന്നെ വരും. ഓക്കെ, ഇതിന് അവസാനം ഒരു ചെറിയ ബട്ടൺ ഉണ്ട്. അതിനെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ക്യാരക്ടർ എടുക്കാനുള്ള ഒരു ചെറിയ ബട്ടണാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാരക്ടർ പാനൽ ഓൺ ആവും. ഈ ക്യാരക്ടർ പാനലിൽ ഈ പറഞ്ഞ ഫോണ്ട് സ്റ്റൈല്, ഫാമിലി, സൈസ്, പിന്നെ ഈ കളറ്, അതെല്ലാം നമ്മൾ ആൾറെഡി നോക്കിയത് തന്നെയാണ്. അവിടെ നോക്കിയ സെയിം തന്നെയാണ്. അതുകൂടാതെ അഡീഷണൽ കുറേ കാര്യങ്ങളുണ്ട്, ലീഡിങ്, ട്രാക്കിങ്, കേണിങ് എന്ന്. ഓക്കെ, അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ പാനൽ വരണം. എന്താണ് ലീഡിങ്, എന്താണ് ട്രാക്കിങ് പറഞ്ഞാൽ, ലീഡിങ് പറഞ്ഞാൽ ഇതേ ലെറ്ററിനെ ഞാൻ കോപ്പി എടുത്ത് ഒരു രണ്ട് ലൈൻ ഉണ്ടെങ്കിലേ നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ ലീഡിങ്. ഇപ്പം ഈ രണ്ട് ലൈനുകൾ തമ്മിലുള്ളൊരു അകലമുണ്ട്. ഓക്കെ, അതാണ് ലീഡിങ് പറയുന്നത്. ഞാൻ ടെക്സ്റ്റ് ടൈപ്പ് ടൂൾ എടുക്കണം. ഇതിൽ ലീഡിങ് ഇപ്പോൾ ആട്ടോ ആണ് കിടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ആട്ടോ മാറ്റിയിട്ട് ഞാനൊരു 12 പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി 12 പോയിന്റ് അകലം. ഞാനൊരു 48 കൊടുത്തു, കുറച്ചും കൂടി ഡിസ്റ്റൻസ് കൂടി 60 കൊടുത്തു. കുറച്ച് തൊട്ടില്ല അവർ നിൽക്കുന്നുണ്ട് അല്ലേ. ഞാനിതിനെ ഫോണ്ട് സൈസ് ഒന്ന് കൂട്ടുകയാണ്. കൂട്ടുമ്പോൾ എന്താ സംഭവിക്കണത്, പരസ്പരം ടച്ചായി. ഫോണ്ട് സൈസ് കമ്മിയാക്കണം. ഫോണ്ട് സൈസ് കമ്മിയാകുമ്പോൾ എന്താണ്, ഗ്യാപ്പ് കൂടി വരുന്നു. അപ്പോൾ നമ്മൾ ഫോണ്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഗ്യാപ്പ് സെറ്റ് ചെയ്യാനാണ് ഇതിൽ ആട്ടോ എന്ന് കൊടുക്കുന്നത്. ആട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ഫോണ്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അതിനനുസരിച്ച് ഗ്യാപ്പ് ഓട്ടോമാറ്റിക്കലി അത് സെറ്റ് ചെയ്യും. നമ്മൾ ഫിക്സഡ് സൈസ് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറും. ഓക്കെ, അതാണ് ആട്ടോ എന്ന് പറയാൻ കാരണം. രണ്ട് ലൈനുകൾ തമ്മിലുള്ള അകലം മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഇവിടെ ലീഡിങ്. കണ്ടാ, അടുത്ത് വന്നിട്ട് ഇവിടെ കേണിങ് എന്ന് പറയും. കേണിങ് പറഞ്ഞാൽ രണ്ട് ലെറ്ററുകൾ തമ്മിലുള്ള സ്പേസ്. ഇപ്പം പിയും എയും. നേരെ മറിച്ച് ഞാൻ വേറൊരു ലെറ്റർ കാണിച്ചു തരാം. ഇതിന് എ ബി. ഇപ്പം എൻ്റെ അവസാനത്ത് ഞാൻ ആ ലൈന് കൊണ്ട് വെച്ചു. ഇപ്പം എ അവസാനിക്കുന്ന ഭാഗത്തു നിന്നാണ് ബി തുടങ്ങണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും, സ്പേസിങ് കൂടും.
ഇത് നോക്കിക്കോ, ടെക്സ്റ്റിൽ കേഴ്സർ വെച്ചിട്ട് കൺട്രോൾ ടി അടിച്ചു. വേണ്ട, ഇതിന് ടെക്സ്റ്റ് സെലക്ട് ചെയ്യണ്ട, വെറുതെ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. പകരം എ അവസാനിക്കുന്ന ഭാഗത്തു നിന്നാണ് വി വരണം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയായിരിക്കും ഉണ്ടാവുക ടെക്സ്റ്റ്. അപ്പോൾ വി അതിനകത്ത് കയറണം കേട്ടാ. നോർമലി വി കയറണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ പൊസിഷനാണ് അതിൽ മെട്രിക്സ് എന്നൊക്കെ ഉണ്ടാവും. മെട്രിക്സിൽ കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും നോർമലി ഉണ്ടാവുക. നമുക്ക് ആ അകലം മെയിൻറ്റെയിൻ ചെയ്യാൻ, ആ 2 ലെറ്ററുള്ള അകലം മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഈ പറഞ്ഞ കേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മലയാളത്തിൽ ലെറ്റർ ഉണ്ടാവും, ഒരു വള്ളി നമ്മൾ ടൈപ്പ് ചെയ്യാണ് മലയാളം ഫോണ്ട് ആക്കിയിട്ട്. മലയാളത്തില് വെള്ളി എന്നുള്ളതിൽ ആ വെള്ളിക്ക് ശേഷമുള്ള ളാക്ക് ശേഷമുള്ള വള്ളിയില്ലേ, ആ ളാല് ഉള്ളിൽ കയറിയാ നിൽക്കണം അല്ലേ? അല്ലേ, ഇവിടെ ഉള്ളിൽ കയറിയാ നിൽക്കണത്. കയറി നിന്നില്ലെങ്കിൽ എന്താവും? വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഓരോ ലെറ്ററിനും ഒരു സ്പേസിംഗ് ഉണ്ട്, ഉള്ളിൽ കയറണോ വേണ്ടയോ എന്നുള്ളത്. അത് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഈ പറഞ്ഞ കേണിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടാ. ഇത് ഫോണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ ചെക്ക് ചെയ്യും. ഒരു പുതിയ ഫോണ്ട് ഒരു ആർട്ടിസ്റ്റ് വരച്ചെടുക്കുമ്പോൾ ഈ ലീഡിങ്, ട്രാക്കിങ്, കേണിങ്, അപ്പോൾ ഓരോ ലെറ്ററിൻ്റെയും ഒരു കേണിങ് പൊസിഷൻ ഉണ്ടാവും, ഒരു ലീഡിങ് പൊസിഷൻ ഉണ്ടാവും. അതൊക്കെ ഫിക്സ് ആക്കിയിട്ട് വേണം ഫോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വരുന്ന ഫോണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് അങ്ങനെ കറക്റ്റ് അഡ്ജസ്റ്റ്മെന്റ് നോക്കിയില്ല പറഞ്ഞാൽ ളാന്ന് അടിച്ച ശേഷം വള്ളി അടുത്ത് ഇങ്ങോട്ടായിരിക്കും വരിക. അപ്പോൾ അതിന് ഒരു സിസ്റ്റം ഉണ്ട്, വള്ളി ഇങ്ങോട്ട് വരണം, ഓരോ ലെറ്ററിന് ഇത്ര ഡിസ്റ്റൻസ് വേണം. ഓക്കെ, അങ്ങനെ ഡിസ്റ്റൻസ് തെറ്റിക്കഴിഞ്ഞാൽ എന്താവും? കയറി കിടക്കും. ഓക്കെ, അതിനൊക്കെയാണ് ഈ പറഞ്ഞ ടൈപ്പോഗ്രാഫി എന്ന് പറയും. ആ ടൈപ്പോഗ്രാഫി കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം ഫോണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ.